പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ലക്ഷ്യം വെച്ച് NSSും SNDPയെയും ഈഴവനെയും തകർക്കാനാണ് സതീശന്റെ ശ്രമമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു. സതീശനെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും രൂക്ഷമായി വിമർശിച്ചു. സതീശനെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. NSS സഹായം തേടിയ ശേഷം സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങരുതെന്ന് പറഞ്ഞു. ഒരു സഭയുടെ സിനഡ് നടക്കുമ്പോൾ തിണ്ണ നിരങ്ങാൻ സതീശൻ പോയെന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. തനിക്ക് പിന്നിൽ രമേശ് ചെന്നിത്തല അല്ല, വെള്ളാപ്പള്ളി കാറിൽ കയറിയതിനെ വിമർശിക്കുന്നത് ബാലിശമാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്, സമുദായ സംഘടനകൾ തിണ്ണ കയറി നിരങ്ങരുതെന്ന് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്ന് ചെയ്തു, ഈ വലിയ തത്വം പറയുന്നവർ കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണ്ടി. എന്തിനാ അങ്ങത്തെ പോയ, എന്തിനാ പോയത്? അപ്പം അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. ഞാൻ വർഗീയവാദിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയവാദം. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പം മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസ്സിലെ. ഞാനൊരിക്കലും കോൺഗ്രസിനെതിരല്ല. മുതിർന്ന AK ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്. രമേശ് ചെന്നിത്തല പറയട്ടെ, ഞാനെല്ലാം കാറ് കിട്ടില്ല, എന്നെല്ലാം ഉത്തരവ് സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം. 80 കൊല്ലങ്ങൾക്ക് മുമ്പ്, സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, എൻ്റെ അച്ഛൻ എൻ്റെ മൂത്ത സഹോദരിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ആസ്റ്റിൻ കാർ കപ്പൽ ഇമ്പോർട്ട് ചെയ്താണ് കൊടുത്തത്. ഈ മാന്യൻ്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. സുനിൽ ഐസക് വിവരണവുമായി ചേരുന്നു. സുനിൽ, വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും ഈ വാർത്താ സമ്മേളനം UDFനെതിരാണോ അതോ സതീശനെതിരെ മാത്രമാണോ? അജ്മീസ്, വളരെ വ്യക്തമാണ്. ഇത് UDFനോ കോൺഗ്രസിനോ എതിരല്ല. രണ്ടുപേരും NSSും SNDPയും ലക്ഷ്യമിടുന്നത് VD സതീശൻ എന്ന നേതാവിനെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കങ്ങളും സംശയങ്ങളും വേണ്ട. അതിന് ഈ ഒരു പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ കൂടി നമ്മൾ അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ തകർപ്പൻ വിജയം, അതിൻ്റെ വോട്ട് കണക്കുകൾ, അതിൻ്റെയൊക്കെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയേക്കുമെന്ന ഒരു ട്രെൻഡ് പോലും UDFനുള്ളിലോ അല്ലെങ്കിൽ പൊതു ഇടത്തിലോ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ VD സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു അറ്റാക്ക് നടക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, VD സതീശൻ്റെ നിലപാടുകൾക്ക് കോൺഗ്രസിനുള്ളിൽ പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള ഒരു വില കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്, ഒരു സമയം കൂടിയാണിത്. VD സതീശൻ എടുത്തിട്ടുള്ള ചില നിലപാടുകൾ, അത് തെരഞ്ഞെടുപ്പുകളിലായാലും ഉപതെരഞ്ഞെടുപ്പുകളിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലായാലും അങ്ങനെ പല വിഷയത്തിലും സതീശൻ എടുത്തിട്ടുള്ള നിലപാടുകളുണ്ട്. അതിൽ കോൺഗ്രസിൽ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിലേക്ക് എത്തുകയും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യം ഉയരുകയും ചെയ്താൽ ഒഴിവാക്കാനാകാത്തൊരു പേരായി VD സതീശൻ്റെ പേര് ഉയർന്നു വരുമെന്ന ഉറപ്പാണ്. ആ ഘട്ടത്തിലാണ്, ആ സമയത്താണ് ഇപ്പോൾ കേരളത്തിലെ 2 പ്രമുഖ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ VD സതീശനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് സതീശനെ ലക്ഷ്യമിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 2 സമുദായ നേതാക്കളുടെയും വാർത്താസമ്മേളനങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. അവർക്ക് കോൺഗ്രസിലെ മറ്റേതെങ്കിലും നേതാക്കളോട് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയില്ല. രമേശ് ചെന്നിത്തല ആവട്ടെ, KC വേണുഗോപാൽ ആവട്ടെ, രണ്ടുപേരും മികച്ച നേതാക്കന്മാരാണെന്നാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. എന്തിന് കുറെ കൂടി കടന്ന് സുകുമാരൻ നായർ AK ആന്റണി പോലും ഗംഭീര നേതാവ് എന്ന നിലപാടിലേക്ക് എത്തുന്നു. പക്ഷേ അവർക്കൊക്കെ VD സതീശനോടാണ്, VD സതീശൻ എന്ന നേതാവിനോട് മാത്രമാണ് എതിർപ്പ്. അതാണ് ഈ 2 നേതാക്കളും ഒരേ സമയത്ത് ഏതാണ്ട് മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസത്തിൽ പങ്കുവയ്ക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. VD സതീശൻ്റെ ഈ സാമുദായിക നേതാക്കന്മാരോടുള്ള അല്ലെങ്കിൽ സമുദായ സംഘടനകളോടുള്ള നിലപാടിൽ അതിൽ കള്ളത്തരമുണ്ട് എന്ന ഒരാരോപണം കൂടി NSS ജനറൽ സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാനില്ലെന്ന് പറഞ്ഞ VD സതീശൻ 1.5 മണിക്കൂർ തൻ്റെ തിണ്ണയിൽ വന്നിരുന്ന് തന്നെ കണ്ടിട്ടാണ് പോയത്. മാത്രമല്ല പല ഘട്ടത്തിൽ പല സമയങ്ങളിൽ അതിനു മുമ്പും പിൻപും VD സതീശൻ തന്നെ കാണാൻ വന്നിട്ടുണ്ടെന്നാണ് ജനറൽ സെക്രട്ടറി പറയുന്നത്.
അതിനപ്പുറത്തേക്ക് ജനറൽ സെക്രട്ടറിയെ കുറെ കൂടി കോപാകുലനാക്കുന്നത് സിനഡ് സിറോ മലബാർ സഭയുടെ സിനഡിൽ വി ഡി സതീശൻ പങ്കെടുത്തതാണ്. എന്തുകൊണ്ട് ഈ സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങാൻ താനില്ല എന്ന് പറയുന്ന വി ഡി സതീശൻ സിറോ മലബാർ സഭയുടെ സിനഡിൽ പങ്കെടുത്തു എന്ന ചോദ്യം കൂടിയാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ശരി, ഇരു സമുദായ നേതാക്കന്മാരുടെയും മുന്നം സതീശനാണ്. അത് ആർക്ക് വേണ്ടിയാണ്? ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണോ അത് LDF വേണ്ടിയാണോ എന്നുള്ളതാണ് ഇനി വ്യക്തമാകാനുള്ളത്.